ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. രാവിലെ 7:45 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണേ. ഞങ്ങൾ എല്ലാവരും എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങൾ 4 പേരും മാത്രമല്ല കേട്ടോ, കൂടെ നമ്മുടെ നിതിൻ ചേട്ടനും ആരതിയും നിതാരമോളും കൂടി ഉണ്ട്. നിതിൻ ചേട്ടൻ നാട്ടിൽ വരുന്ന സമയങ്ങളിലാണ് മിക്കവാറും ഞങ്ങൾ ലോങ് ട്രിപ്സ് ഒക്കെ പോകാറുള്ളത്. അപ്പൊ ഇത്തവണ ഗംഭീര പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ബിസി സ്കെഡ്യൂൾസ് കൊണ്ടിട്ട് ഇതൊന്നും പോകാൻ പറ്റിയില്ല. പ്ലാനൊക്കെ എന്തായാലും മറിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും അപ്പം, പൊറോട്ട, മുട്ടക്കറി, ചായയൊക്കെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ലോക്കൽ ട്രിപ്പാണ് പോകുന്നത്. പിള്ളേരൊക്കെ രാവിലെ എഴുന്നേറ്റതിന്റെ ഒരു ഉറക്ക ക്ഷീണം ഉണ്ടല്ലോ. കാര്യം ഞാൻ 2 പിള്ളേരെ തലയൊക്കെ കുളിപ്പിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കിയതെങ്കിലും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ ഹയാസിന്റെ കണ്ണിൽ എന്തോ പോയിട്ട് ഇക്കാക്ക് അതൊക്കെ സെറ്റാക്കി കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര സേഫസ്റ്റ് ഗ്യാങ് ആണെന്ന് തന്നെ പറയാം കേട്ടോ. കാര്യം ഞങ്ങൾ എല്ലാവരും അത്രയ്ക്ക് കംഫർട്ടബിൾ ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം, അതായത് മക്കളുടെ ആണെങ്കിലും വലിയവരുടെ ആണെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈക്വലി കംഫർട്ടബിൾ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിതിൻ ചേട്ടൻ നാട്ടിലെത്തിയാൽ നമ്മളൊരു ട്രിപ്പ് പതിവായിട്ടുള്ളത്. വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമ്മളിപ്പോൾ ട്രിപ്പിന് വന്നേക്കുന്നത് ഇതാ അരീക്കൽ വാട്ടർഫോൾസിലേക്കാണ് കേട്ടോ. നമ്മൾ അരീക്കൽ വാട്ടർഫോൾസിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ക്ലോസ്ഡ് ആണ്, അവിടെ വെള്ളമില്ല, അതുകൊണ്ട് ക്ലോസ് ചെയ്തിട്ടേക്കാണ്. 2025 മുതൽ ക്ലോസ്ഡ് ആണെന്നൊക്കെയാണ് കേട്ടോ അവിടുത്തെ ഒരു നോട്ടീസിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ റീൽസ് കണ്ടത് പഴയ റീൽസ് ഒക്കെ ആയിരുന്നു. അപ്പം അതിൽ അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മൂഞ്ചിട്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് തന്നെ നിതിൻ ചേട്ടൻ കളിയാക്കുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ക്ലിപ്പ്. അങ്ങനെ ആദ്യത്തെ സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ എന്തായാലും കാര്യം നടന്നില്ലെങ്കിലും അങ്ങനെ ട്രിപ്പ് അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ തൊട്ടടുത്ത് അവിടെ നിന്ന് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് കൊച്ചരിക്കൽ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും അധികം കിലോമീറ്റർ ഡിഫറൻസ് കണ്ടില്ല. അപ്പൊ എന്തായാലും പോവാന്നുള്ള പ്ലാനിങ്ങിൽ നമ്മളിത് അങ്ങോട്ടേക്ക് വന്നേക്കാണ്. ഈ മഴയൊക്കെ പെയ്തിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഈ നടന്നു പോകുന്ന വഴിയൊക്കെ സ്ലിപ്പറി ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം ഒന്ന് കെയർ ചെയ്തിട്ടാണ് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളുണ്ടെങ്കിലും ആ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ചെളിയുണ്ട്, അപ്പോൾ എന്തായാലും വെള്ളം കലങ്ങും, അത്ര കംഫർട്ടബിൾ ആവില്ല എന്നാണ്. നമുക്ക് അരഭാഗത്തിൻ്റെ അത്രയും വെള്ളമുണ്ട്. അപ്പോൾ അവരവിടുന്ന് ചെളി എടുത്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇറങ്ങിയില്ല. തൊട്ടടുത്ത് ആ കേവിൻ്റെ താഴെയായിട്ട് കുഞ്ഞൊരു വെള്ളത്തിൻ്റെ ഒരു കെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അങ്ങോട്ടേക്ക് ഇറങ്ങി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. മക്കൾ ആദ്യം ഇറങ്ങി, പിന്നാലെ ഞങ്ങളും ഇറങ്ങി. മക്കൾക്ക് സേഫായിട്ട് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേട്ടോ. കാര്യം ഇവരെ നമ്മൾ വീട്ടിൽ നിന്ന്, ഹയാസിനാണ് കുറച്ചും കൂടിയും ബോധമുള്ളതല്ലോ ഈ 3 പിള്ളേരിൽ വെച്ചിട്ട്. അപ്പോൾ അവനോട് നമ്മൾ വാട്ടർഫോൾസിൽ പോകണു, വെള്ളത്തിൽ കളിക്കാം, ആ സെറ്റപ്പിലൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാനുള്ള സെറ്റപ്പിനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ വെള്ളമില്ല. അപ്പം നമ്മൾ നേരെ കിട്ടിയ സ്ഥലത്ത് ഇറങ്ങി. ഈ ഒരു മരത്തിൻ്റെ വേര് കണ്ടോ, എൻ്റെ പൊന്നു അന്യായ സ്ട്രക്ചറാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതല്ല കേട്ടോ, ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അത് എവിടെ നിന്നാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ല. ഇങ്ങനെ വെള്ളത്തിന് ഒഴുക്കുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പൊ കുടിവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ അതിൽ നിന്ന് കുടിക്കാനൊന്നും നിന്നില്ല, കണ്ടിട്ട് കുടിക്കാൻ തോന്നിയില്ല കേട്ടോ. പിന്നെ ഹയാസ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിള്ളേരെ കുറച്ച് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനും ആരതിയും തന്നെ അവിടെ ഇരിക്കായിരുന്നു. മക്കള് ദേ പിന്നെ ഇരിപ്പായി, വെള്ളത്തിൽ കിടപ്പായി, നടപ്പായി, മൊത്തത്തിൽ കളിയായിട്ടോ. ഇവര് പോരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. ഹംനയും നിതാരയും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഹയാസിന്റെ കാലൊക്കെ നിതാരമോള് പൊക്കി താഴെ ഇടാൻ നോക്കുന്നുണ്ട്. പിന്നെ കേവിൽ വന്നിട്ട് കേവിൽ കയറാതെ പോകരുതല്ലോ. അപ്പൊ നിതിൻ ചേട്ടൻ ആദ്യം തന്നെ കേവിൽ കയറാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. കയറുന്ന പ്രോസസ്സ് കുറച്ചും കൂടി എളുപ്പമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലൊക്കെ കയറി അവർ സെറ്റപ്പ് ചെയ്ത് നിന്നു. അങ്ങനെ നിതിൻ ചേട്ടൻ കയറുന്ന കണ്ടിട്ട് പിന്നെ ഇക്കാക്കും കയറുന്നതായി. വലിഞ്ഞ് പിടിച്ച് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ മരത്തിൻ്റെ ആ ഒരു വേരിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ കാല് വെച്ച്, പൊത്തിലൊക്കെ കാല് വെച്ചിട്ടാണ് കയറിയത്. പിന്നെ 2 പേരും കൂടി അവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. കാര്യം മക്കളെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 2 പേരും വളരെ സ്വസ്ഥമായിട്ട് കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇപ്പം ഈ കാണുന്നത് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേട്ടോ. ഒരാൾ ഒരു മൂലക്കെന്നാണെങ്കിൽ അടുത്ത ആൾ അടുത്ത മൂലക്കെന്നാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കയറിയത് ആദ്യം നിതിൻ ചേട്ടൻ തന്നെയാണല്ലോ. അപ്പൊ താഴെ ആദ്യം നിതിൻ ചേട്ടൻ എത്താന്നുള്ള മട്ടില് തലയൊക്കെ വന്നുന്നുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ അരീക്കൽ വാട്ടർഫോൾസിൽ വന്ന മിക്കവരും തന്നെ അവിടെ ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നേരെ വന്നേക്കുന്നത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇവർ 2 പേരും ആദ്യം കയറുന്ന കണ്ടിട്ട് പിന്നാലെ അടുത്ത ആളുകളും വലിഞ്ഞൊക്കെ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചിറങ്ങാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ പറയാണ് ചാടിക്കോ പിടിച്ചോളാന്നൊക്കെ പറഞ്ഞ് കുറച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കയറിയ പോലെ തന്നെ വലിഞ്ഞ് താഴെ ഇറങ്ങി
ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും. എന്തായാലും മക്കളാണെങ്കിൽ താഴെ വെള്ളത്തിൽ അതിഗംഭീരമായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരും കൂടി ഇതിന്റെ പൊക്കത്ത് ഇങ്ങനെ വലിഞ്ഞു കയറലും ഇറങ്ങലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ ആ ഒരു സ്പേസിൽ സന്തോഷിക്കുക എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈ ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല ടെൻഷനും പേടിയുണ്ട് കേട്ടോ. എങ്ങാനും കാലൊന്ന് തെറ്റിയാൽ മതിയല്ലോ, കാര്യം മഴയൊക്കെ പെയ്തിട്ട് വഴുവഴുപ്പുണ്ട്. പിന്നെ ഇവർ കുറച്ച് കെയർ ചെയ്തിട്ടാണ് കേട്ടോ എല്ലാവരും കാര്യമായിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇക്കാക്കൊരു വയറൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്, മീൻസ് ഒരു വള്ളിയൊക്കെ എടുത്തിട്ട് തന്നെയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങാനും അതിൽ തന്നെ കയറി പിടിച്ച് അതുമേന്ന് തൂങ്ങി താഴെ തറാവഴക്ക് നിലത്ത് വീഴണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ കളഞ്ഞ് അങ്ങനെ നിതിൻ ചേട്ടൻ ഇറങ്ങി അതേ പാതയിൽ തന്നെയാണ് കേട്ടോ ഇക്കാകൻ തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇക്കാകാന്റെ ഈ ഒരു ചിരിയും അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ, ഒട്ടും പേടിയില്ലാത്ത കൂട്ടത്തിലാണത്. അതുപോലെ താഴെ എത്തിയ നിതിൻ ചേട്ടനും ദീർഘനിശ്വാസമൊക്കെ വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും താഴെ എത്തി. പിന്നെ കുറച്ചധികം നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കള് ഞാൻ പറഞ്ഞല്ലോ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല വരാൻ. പിന്നെ ഇവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മാത്രമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു കൊച്ചരിക്കൽ കേവ്. നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് വരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അരീക്കൽ വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാവുന്ന സെറ്റപ്പാണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. നമ്മൾ നേരെ പിള്ളേരെയൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചു. അങ്ങനെ ഹംന കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. അത്യാവശ്യം നേരത്തെ എണീച്ചതാണ് ഇന്ന്. പിന്നെ ഈ ഒരു വെള്ളത്തിലൊക്കെ കളിച്ചതിൻ്റെ ആവണമൊക്കെ അത്യാവശ്യം ക്ഷീണുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആരതിയുടെ മടിയിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഹയാസ് ആ ഒരു വെള്ളത്തിൽ നിന്ന് കയറിയതും ഞങ്ങൾ പിന്നെ കാറിലേക്ക് കയറിയപ്പോഴേക്കും പെരുമഴയായിട്ടുണ്ടായിരുന്നു. അപ്പം തണുത്തിട്ട് ഹയാസ് ഷോളൊക്കെ പൊതച്ചിരിക്കുന്നുണ്ട്. അതുപോലെ നിതാരമോള് ഉറങ്ങിയിട്ടില്ല കേട്ടോ. നല്ല പെരുമഴ എന്ന് പറഞ്ഞപ്പോൾ ഒരു പെരുമഴയായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും ട്രിപ്പ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത സ്പേസിലേക്ക് അടുത്തൊരു സ്പോട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. നമ്മൾ അടുത്ത സ്പോട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. കാര്യം പിന്നെ അവിടെ നിന്ന് ചെന്നിട്ട് പിന്നെ ഫുഡ് അന്വേഷിച്ച് നടക്കണ്ട, പിള്ളേരും കൂടെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവർ മൂന്നുപേരും ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ ബിരിയാണി. ഹയാസിന് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഹയാസും ഹംനയും കൂടിയും ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ ഇക്കാക്ക് ഞങ്ങൾക്ക് ഇടയ്ക്ക് ബിരിയാണിയൊക്കെ വാരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ഇത്രയും ദിവസം നമ്മൾ ഇവിടെയൊക്കെ മഴ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരത്തിന് ശേഷം, ആ ഒരു വൈകുന്നേര സമയത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നൈറ്റൊക്കെയാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഹോളിഡേ ആണെന്ന് അറിഞ്ഞിട്ടാണെന്നറിയില്ല, അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഈ ക്യാമറയിൽ കണ്ടോ ഈ ഒരു വീഡിയോ എടുക്കുക തന്നെ നല്ല ഷെയ്ക്കിങ് ഉണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മൾ അത്യാവശ്യം ഒരു ചെറിയ കുറ്റിയൊരു ഓഫ് റോഡാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷെയ്ക്കിങ് ഉണ്ട് കേട്ടോ. പിന്നെ മക്കളെയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നതിൻ്റെയാണ്. പിന്നെ മഴയുണ്ട്, കാടുണ്ട്, മൊത്തത്തിലൊരു പ്രകൃതി രമണീയമായ ഒരു ട്രിപ്പാണ് നമ്മൾ എന്തായാലും ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമാണ്, എൻജോയ്മെൻ്റ് ആണ്. ഈ ഒരു സ്പോട്ടിൽ നമ്മൾ മുന്നേ പോയിട്ടുമുണ്ട്, ഞാൻ വ്ളോഗ് ഇട്ടിട്ടുമുണ്ട്. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, പാണിയേലിപ്പോരാണ്. അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് ഞാൻ ഹംനയുടെ തലയിൽ ആ ഒരു തോർത്ത് ഇട്ട് കൊടുത്തതാണ്. വലിയ കാര്യമൊന്നുമില്ല, കാര്യം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ കണക്കിനാണല്ലോ പോകുന്നത്. അപ്പോൾ ഇവിടെ ചെന്നാലും നനയും. പാണിയേലിപ്പോരിൽ ഞാൻ ഇതുവരെ വന്നതിൽ വെച്ച് കണ്ട ഒരു ഗംഭീര തിരക്കായിരുന്നു കേട്ടോ. എന്തുമാത്രം ആളുകളായിരുന്നു എന്നറിയോ. പാർക്കിങ്ങിലെ വണ്ടി, എനിക്കൊന്ന് കാറ് ബൈക്കല്ലേ ട്രാവലറുകൾ, അത് എന്തുമാത്രം ഉണ്ടായിരുന്നെന്നറിയോ. അങ്ങനെ നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ക്യാഷ്ലെസ് പേയ്മെൻ്റ് ആണ് കേട്ടോ, ക്യാഷ് ഇവിടെ അല്ല. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോവാണ്. അറിയാലോ പാണിയേലിപ്പോരിൻ്റെ എൻട്രൻസിൽ നിന്ന് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് അത്യാവശ്യം കുറച്ച് നടന്ന് പോകാനുണ്ട്. നമ്മൾ തന്നെയാണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ മക്കളെ എടുത്തിട്ട് നടന്നിട്ട് പോകുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹയാസ് പിന്നെ അങ്ങോട്ട് നടന്നോളും, ബാക്കി രണ്ടെണ്ണത്തിന് നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. അപ്പോൾ ഹംനാനെ ഞാനും ഇക്കാക്കി മാറിയൊക്കെ എടുത്താണ് പോയത്. അങ്ങനെ വെള്ളത്തിലിറങ്ങി. ഇതുവരെ പാണിയേലിപ്പോരിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, വെള്ളത്തിലിറങ്ങി എക്സ്പ്ലോർ ചെയ്തത്. ഇവിടെ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എപ്പോൾ വന്നാലും എന്തായാലും വെള്ളത്തിൽ ഇറങ്ങുന്നു. പിന്നെ ഫോൺ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ എൻജോയ്മെൻറ്റ് നടക്കാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ ഫോൺ സേഫാക്കി വെച്ചു കേട്ടോ. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഹംനാനെ ഞാൻ തലയിലൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹംനയുടെ ഒരു കള്ളച്ചിരിയായിട്ടില്ലേ, ഇതുങ്ങൾ വെള്ളത്തിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. ഒരു 2-3 മണിക്കൂർ നമ്മൾ എന്തായാലും വെള്ളത്തിൽ കിടന്ന് ഞങ്ങളെല്ലാവരും ഫുൾ നനഞ്ഞ് ആകെ തവിട് പൊടിയായിട്ടുണ്ടെന്നൊക്കെ പറയാട്ടെ ഏതാണ്ട്. അപ്പോൾ ഹയാസിനെ വെള്ളത്തിൽ നിന്ന് വിളിച്ചതിൻ്റെ ആ ഒരു കിറിവാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വെള്ളത്തിൽ നിന്ന് കുളിച്ച് തണുത്ത് നിൽക്കുകയാണ്. വെള്ളത്തിൽ കിടന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഉള്ളൊരു കുഴപ്പമുണ്ടല്ലോ,
ആ ഒരു തണുപ്പ് അടിച്ചിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത്. തണുപ്പ് മാറാനായിട്ട് അതിൻ്റെ അകത്ത് തന്നെയുള്ള നമ്മളൊരു ചായക്കടയിൽ കയറിയിട്ട് ചായ ബജിയൊക്കെ കഴിച്ചു. ഇവിടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചക്ക ബജി ഉണ്ടായിരുന്നു, പക്ഷെ ട്രൈ ചെയ്തില്ല കേട്ടോ, എന്തോ കഴിക്കാൻ തോന്നിയില്ല, പിന്നെ ഒരു വാങ്ങിച്ചില്ല. നമ്മൾ മുട്ട ബജി മുളക് ബജിയൊക്കെ കഴിച്ചു. ഹംനത് പൊതിച്ചു മൂടി നടക്കുന്നുണ്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അസാധ്യം മഴ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നും എന്തായാലും എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഇനി വീട്ടിൽ പോവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.